18-ാം വയസ്സിൽ വിവാഹം, 25 വയസ്സിനിടെ 4 കുട്ടികളുടെ അമ്മ. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്തൃവീട്ടുകാരിൽ നിന്നും ക്രൂരമായ പീഡനം. മലപ്പുറം പന്തല്ലൂരിലെ തെഹദില എന്ന യുവതി നേരിട്ട പീഡനം എണ്ണിയാൽ തീരില്ല. ആവലാതികൾ സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമായിരുന്നു മറുപടി. കഴിഞ്ഞ ദിവസം ഭർത്തൃപിതാവിൽ നിന്നും മാനസികമായും ശാരീരികമായും പീഡനമേൽക്കേണ്ടി വന്നു. പിന്നീട് സ്വന്തം വീട്ടുകാരറിഞ്ഞത് തെഹദില ജീവനൊടുക്കിയെന്ന വാർത്തയാണ്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 25-കാരിയായ തെഹദിലയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചോ ഇല്ലെന്ന് തീരുമാനിക്കേണ്ട ഡോക്ടർമാരല്ലേ. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. കാല് താഴെ മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കുട്ടിയെ ഒരുപക്ഷെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഭർത്തൃവീട്ടുകാരുടെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ പിതാവിന്റെ നടപടികളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. കുട്ടിയുടെ അവിടുത്തെ ഭർത്താവിന്റെ പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനും വേണ്ടി വരെ എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിന് ഈ കുട്ടി വഴങ്ങാത്തതിന് കുട്ടിയെ തള്ളിയിട്ടിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. മുൻപ് പലവട്ടം തെഹദില പരാതി പറഞ്ഞപ്പോഴൊക്കെ എല്ലാം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. 4 കുട്ടികളാണ് തെഹദിലയ്ക്ക്. അവരെ ഓർത്താണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്നും കുടുംബം. 10 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെ പ്രായമുള്ള 4 മക്കൾ, 3 ആൺകുട്ടികളും 1 പെൺകുട്ടി. ഇത്രയും മക്കളുള്ള സമയത്ത് ഒരു പരമാവധി യോജിച്ച് പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് ചെയ്തതാണ്. പക്ഷെ ഇയാളെ കുറിച്ച് ഇയാളുടെ മക്കൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാപ്പയായി പോയില്ല, ബാപ്പയായതുകൊണ്ടൊന്നും ചെയ്യാൻ വയ്യ, നിവൃത്തില്ല എന്നുള്ള രീതിയിൽ മക്കൾ പറഞ്ഞിട്ടുണ്ട്. തലേന്ന് വൈകിട്ടും തെഹദില ഫോണിൽ സംസാരിച്ചിരുന്നു. രാത്രി 9:30-ക്കാണ് തെഹദിലയുടെ ഭർത്താവിന്റെ പിതാവ് ഫോണിൽ വിളിച്ച് മരണകാര്യം അറിയിച്ചത്. അത് അവന്റെ ഉപ്പ എനിക്ക് വിളിച്ചിട്ട് എന്തൊരു കൂളായിക്കാണ്ട് എന്നോട് സംസാരിച്ചേ. ഈ എവിടെ ചോദിച്ചു, ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നു, ചെറിയൊരു പ്രശ്നമുണ്ട്, ഈ മരിച്ചു കിടക്കുന്നതിന് ചെറിയ പ്രശ്നം. കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ എന്താ പ്രശ്നം പറ്റിയാ ചോദിച്ചു. ചിഞ്ചു തൂങ്ങി മരിച്ചു പറഞ്ഞു. ചിഞ്ചു തൂങ്ങിയായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ അതിനൊന്നും പറ്റൂല, അവള് മരിച്ചും ചെയ്തു പറഞ്ഞു. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതിയിൽ അന്വേഷണം നടത്തിയ ശേഷം നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം.